നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും ഇന്ന് നിരവധി വാർത്തകളുണ്ട്. ആദ്യം ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമല നട ഇന്ന് വീണ്ടും തുറക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ ഭക്തജന തിരക്ക്. ഭക്തിസാന്ദ്രമായിരുന്നു സന്നിധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും അതിന് ഉചിതമായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരവധി ഭക്തരാണ് ഇത്തവണ ശബരീശ സന്നിധിയിൽ എത്തിയത്. ആ ഒരു ഭക്തി സാന്ദ്രതം, ഭക്തി മുഖരിതമാണ് സന്നിധാനം എന്നുള്ളതാണ്. മറ്റൊന്ന്, രാവിലെ തന്നെ നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്. അതായത് വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വാർത്ത. കൊച്ചി ബ്രോഡ്വേയിൽ ഈ കുറേ 12ഓളം കടകൾക്ക് തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും രാത്രിയാണ് സംഭവിച്ചത് എന്നതുകൊണ്ട് ഈ ആളപായമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതേസമയം നിരവധി കടകൾ കത്തി നശിച്ചു. ഏകദേശം 8ഓളം ഫയർ എഞ്ചിനുകൾ, ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളാണ് അവിടെ ഈ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി അവിടെ എത്തിയത് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം വ്യാപ്തിയുണ്ട് ആ ഒരു അപകടത്തിന് എന്നുള്ളത്. പക്ഷേ ഈ രാത്രിയാണ് ഉണ്ടായത്. ഈ സാധാരണഗതിയിൽ എല്ലാവരും ശ്രദ്ധയില്ലാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പിഴവാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഈ നമ്മളെല്ലാവരും പുതുവർഷം അതായത് 2026 ആഘോഷിക്കാൻ അല്ലെങ്കിൽ കടക്കാനൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ വെട്ടിലാകുന്ന ചില ആളുകളുണ്ട്. അതായത് ഈ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടൽ ഉടമകൾ. കാരണം ഈ പക്ഷിപ്പനി ബാധിച്ച് ഈ താറാവുകളും അതോടൊപ്പം തന്നെ മറ്റ് കോഴികളുമൊക്കെ ഈ ചത്തൊടുങ്ങുന്ന വേളയിൽ ഈ ഇറച്ചി, മാംസം പൂർണ്ണമായിട്ടും അവിടെ വേണ്ട എന്ന് വയ്ക്കുകയാണ് ജില്ലാ കളക്ടർ. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴയിലും കോട്ടയം ജില്ലകളിലെ ചില വാർഡുകളിലുമാണ് ഈ പക്ഷിപ്പനി കഴിഞ്ഞ ദിവസങ്ങളിലായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും അവർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ മാംസം നിരോധിച്ചതിനെതിരെ പ്രതിഷേധിക്കും എന്നാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടൽ ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, നിർണായകമായ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. ശ്രീധർ തിയേറ്ററിന് സമീപം 12ഓളം ഫാൻസി കളിപ്പാട്ട കടകൾ കത്തി നശിച്ചു. തീ പടർന്നത് അടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നെന്ന് സംശയം. തീയണച്ചത് 8ഓളം ഫയർഫോഴ്സുകളുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെയും ബാലമുരുകനെയും SIT ഇന്ന് ചോദ്യം ചെയ്യും. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. പുതിയ കണ്ടെത്തലുകളും അന്വേഷണ പുരോഗതിയും ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ രാവിലെ പതാക ഉയർത്തും. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ വേടന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് 9:30 തുടങ്ങിയ പരിപാടിയിലേക്ക് ആളുകൾ ഇരച്ചു കയറിയതോടെ 15ഓളം പേർ ആശുപത്രിയിൽ. പരിപാടിക്കെത്തിയ പോയിനാച്ചി സ്വദേശി ശിവനന്ദൻ ട്രെയിൻ തട്ടി മരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നോവിഗൊറോസിലെ വസതിയിലേക്ക് 91 ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണമെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ്. ആക്രമണം നിഷേധിച്ച് യുക്രൈൻ. സമാധാന ചർച്ചകൾ പുനഃപരിശോധിക്കുമെന്ന് റഷ്യ. ഇന്ത്യ ശ്രീലങ്ക 5ാം വനിതാ T20 ഇന്ന്. പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് 7 മുതൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ആദ്യ 4 കളികളും ജയിച്ച് ഇന്ത്യ ഇറങ്ങുന്നത് പരമ്പര തൂത്തുവാരാൻ. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് കൊച്ചിയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെ നോക്കാം. കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലാണ് വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള കടകളിലാണ് ഈ തീപിടുത്തം. ഫാൻസി സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന 12ഓളം കടകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളും ഉള്ള കടകളായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ തന്നെ നമ്മൾ കേട്ടത് വളരെ ഒരു വല്ലാത്തൊരു വാർത്തയാണ്. പക്ഷേ ആളപായം ഉണ്ടായില്ല എന്നത് സമാധാനപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ പറയുന്നത്?
ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത എന്ന് നാം പറയാനായിട്ട്. പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബ്രോഡ്വേയിലെ ഈ മാർക്കറ്റിന് സമീപമുള്ള കോളുത്തറ ബസാറിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെ ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഏകദേശം 12:30 ഈ തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കോളുത്തറ ബസാറിലെ നിരവധി കടകളുള്ള, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫാൻസി ഐറ്റംസും കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടകളുടെ ഒരു സമുച്ചയത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ പടരുകയും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്ത് നിന്നാണ് ഈ തീപിടുത്തത്തിൻ്റെ തുടക്കം എന്നാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ കടകളിലേക്ക് തന്നെ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് നിന്നാണ് ആദ്യം തീ ഉയർന്നത്. പിന്നീട് സമീപത്തെ കടകളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. ഇന്നലെ ഈ രാത്രി ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ വ്യാപാരികളോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്ഥലത്ത് ശുചീകരണത്തിന് വരുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ തീപിടുത്തം ആദ്യം കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. പുലർച്ചയോളം ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീണ്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. 8 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഈ തീ അണക്കുന്നതിന് വേണ്ടി ഇന്നലെ ഇങ്ങോട്ട് എത്തിയത്. ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ആളഭയമില്ല. മറ്റ് ഈ തീപിടുത്തത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മറ്റ് നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും നിരവധി കടകൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കൂടി ഉള്ളൊരു സാഹചര്യമായിരുന്നു തന്നെ. സാധാരണ സമയത്തെല്ലാം നിരവധി ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വളരെ വൈകിയത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ഏതായാലും ഈ കെട്ടിടങ്ങളുടെ ഒരു ഉടമസ്ഥൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി ഇവർ കടയെല്ലാം അടച്ചു പോയി. ഇവിടെ വാടകക്കാർ അടച്ച് ഒരു 12:30 മണിയായിട്ടുണ്ടാവും. ആ സമയത്ത് അവരിവിടെ പോയി. അവിടേക്ക് വിളി വന്ന് ഇവിടെ ഒരു ക്ലീൻ ചെയ്യുന്നൊരു തമിഴ് ആളുണ്ട്. അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് തീ കാണുന്നത്. അദ്ദേഹം കണ്ട അപ്പം തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അവർ ഫയറിനെ വിളിച്ച് പറഞ്ഞ് ഫയറുകാർ വന്ന് ഏതാണ്ട് ഒരു 3-3:30 അത് പൂർണ്ണമായി കിടത്താൻ സാധിച്ചത്. അപ്പം അത് അവർ ആ സമയോചിതമായി വന്നത് കാരണമാണ് ഈ അപകടം ഒഴിവായത്. അല്ലെങ്കിൽ ഈ 10-60 കടകളും കോടിക്കണക്കിന് രൂപയുടെ ചെറിയ തുകയല്ല. ഒരു കടയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-30-40 കോടി ഒരു കടയിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ 60 കോടി രൂപയുടെ 60 കടകളുണ്ട്. അപ്പോൾ എത്രയോ കോടിയാവും ഇവിടെ. ആ സാധനങ്ങൾ മുഴുവൻ നശിച്ചേനെ. എങ്ങനെയാണ് ഈ തീയുടെ ഒരു തുടക്കം? ഒരുപാട് ചവർ അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ കെട്ടിടം, ഇവിടെ ഒരു അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ ഇത് ഗ്രൗണ്ട് റെന്റ് സ്ഥലമുണ്ട്. അവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നത് കോടതി തടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവർ കെട്ടി അടച്ച് അവിടെ ഈ കടയുടെ ഫ്രണ്ടൊക്കെ അടച്ചു വെച്ചേങ്ങനെ. ആ ഭാഗത്ത് കൊണ്ട് ഈ വേസ്റ്റ്, ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ അടച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും. അതെല്ലാം പേപ്പർ വേസ്റ്റ്, പല വേസ്റ്റുകളും ഉണ്ട്. അവിടെ നിന്നാണ് തീ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീപിടുത്തത്തിൻ്റെ കാരണം എന്തെങ്കിലും അങ്ങനെ വിവരമുണ്ടോ? അതിനകത്ത് വേറെ ഫയർ പ്ലേ വല്ലതും നടന്നിട്ടാന്ന് അറിയില്ല. അത് ഈ പോലീസ് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പം അവിടെ നിന്നാണ് തീ പറഞ്ഞതെന്നാണ് മനസ്സിലാകുന്നത്. വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ഒരു അറിവില്ല ഇപ്പം. എന്തായാലും അങ്ങനെ കടക്കാർ പറയുന്നത് പോലെ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ തീ പടർന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ സാധാരണഗതിയിൽ കടകൾ അടയ്ക്കുന്നതിന് മുൻപ്, രാത്രി അടച്ച് അവർ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട്. പക്ഷേ ഇത്രയും തിരക്കുള്ള സ്ഥലമാണ്, അവിടെ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിരണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയിൽ SIT സംഘം ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ ദിണ്ടുകൽ മണിയെ ഇന്ന് ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെയും കേസിലെ 10ാം പ്രതിയായ ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ 2 ആഴ്ച കൂടുന്തോറും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാറുണ്ട്. സ്വാഭാവികമായും എന്തൊക്കെ കണ്ടെത്തലാണ് SIT നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ അറിയിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണവും. എന്തായാലും ഇന്നും അത്തരത്തിലുള്ളൊരു നിർണായകമായിട്ടുള്ള ദിനമായിട്ട് തന്നെ വേണ്ടേ കാണാനും?
തീർച്ചയായും ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് എസ്ഐടിയുടെ ഇപ്പോഴത്തെ നീക്കം. കാരണം ഇവരിൽ നിന്നും അന്വേഷണം കുറച്ചുകൂടി കൂടുതൽ വ്യക്തികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ കൂടി ഭാഗമായിട്ടാണ് എസ്ഐടിക്ക് ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനായിട്ടുള്ള ഒരു കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ ഇവർക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എസ്ഐടിക്ക്. കാരണം ഇവർ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ കേസുമായി അന്വേഷണത്തിന് ഒരു സഹകരണം ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന്, അതായത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഒപ്പം ഗോവർദ്ധൻ, ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഈ കേസിന്റെ തുടക്കത്തിൽ അന്വേഷണത്തിന് ആവശ്യമായ കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ അന്വേഷണത്തോട് ഇവർ കൃത്യമായി സഹകരിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റിലാകുന്നത്. തുടർന്ന് ഈ സ്വർണം ഇവർ ഈ കേസിന്റെ നിർണായകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ എങ്ങനെ ഇവർ വേർതിരിച്ചു, ഇതൊക്കെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ എസ്ഐടിക്ക് ഇനിയും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു, അതല്ലെങ്കിൽ ഇത് എവിടെയൊക്കെ എത്തി, എങ്ങനെയൊക്കെയാണ് ഇത് കൈമാറ്റം ചെയ്തത് എന്നുൾപ്പെടെയുള്ള, കാരണം വ്യക്തികളിലേക്ക് അന്വേഷണം കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ സ്വർണത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കട്ടെടുത്ത മുതൽ അല്ലെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിലൂടെ വേണ്ടിയാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്നും ഈ സ്വർണം വേർതിരിച്ച സ്വർണം ഗോവർദ്ധന്റെ കയ്യിൽ എത്തുന്നു. തുടർന്ന് ഗോവർദ്ധൻ ഇത് എന്ത് ചെയ്തു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയ്ക്കും ഒപ്പം ഗോവർദ്ധനും ഈ കേസിൽ മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അറിയേണ്ട ഒരു വസ്തുത കൂടിയാണ്. അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പ്രതി, ഇവർ രണ്ടുപേരുമായി പ്രധാനമായും ഒരു ബന്ധമുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മറ്റാർക്കെങ്കിലും ഇവരുമായി നേരിട്ട് ബന്ധമുണ്ടോ, അതായത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ കേസുമായി അറസ്റ്റിലായ മറ്റ് പ്രതികളോ, ഒപ്പം തന്നെ ഇനി ഇതിൽ ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ചില പേരുകൾ, അത്തരത്തിൽ മറ്റാർക്കെങ്കിലും ഇതിൽ കൂടുതലായി ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒയ്ക്കും ഒപ്പം ഗോവർദ്ധനും ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം കൂടി എസ്ഐടിക്ക് നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടി അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ അറസ്റ്റിലായ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എസ്ഐടി കസ്റ്റഡി അപേക്ഷ വിജിലൻസ് കോടതിയിൽ നൽകിയുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ അവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഉത്തരവുകളും നടപടികളുമായിരുന്നു വിജിലൻസ് കോടതിയുടെ. അതുകൊണ്ട് തന്നെ ഇവരുടെയും കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമ്പോൾ ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഏതായാലും ഇത്തരത്തിൽ കഴിഞ്ഞ പ്രതികളെയൊക്കെ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത അറസ്റ്റിലായവരെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ വിടുന്നത് 1-2 ദിവസങ്ങളായിരുന്നു. ഇവരും അത്തരത്തിൽ തന്നെ 1-2 ദിവസങ്ങൾ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഏതായാലും കേസിൽ ഇപ്പോൾ ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊപ്പം തന്നെ ഈ നഷ്ടപ്പെട്ട സ്വർണം അത് എവിടെ, എങ്ങനെ, ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ എസ്ഐടി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻപ് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ഒപ്പം CPM നേതാവുമായ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതിനെ തുടർന്ന് ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി പരിഗണിക്കും. മുൻപ് ഇത്തരത്തിൽ ഇദ്ദേഹം നൽകിയ ജാമ്യാപേക്ഷകളൊക്കെ തന്നെ ഇദ്ദേഹം മാത്രമല്ല, പത്മകുമാർ മാത്രമല്ല, ഈ കേസിലെ മറ്റു പ്രതികളൊക്കെ നൽകിയ ജാമ്യാപേക്ഷകളൊക്കെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. പക്ഷേ ഈ പത്മകുമാറിന്റെ ഒരു വാദം എന്ന് പറയുന്നത് താൻ ഈ കേസിൽ ഒരു നിരപരാധിയാണ്, ഈ കേസിൽ തനിക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിലെ മറ്റുള്ളവർക്കൊക്കെയാണ് കൃത്യമായ വ്യക്തമായ ഈ ഒരു ഗൂഢാലോചനകളിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിലോ ഒക്കെ പങ്കുള്ളത് എന്ന തരത്തിൽ ഹൈക്കോടതിയിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷകൾ നൽകിയപ്പോൾ അദ്ദേഹം അവിടെ ചില നിർദ്ദേശങ്ങൾ, അതായത് നിർദ്ദേശങ്ങളല്ല, അദ്ദേഹം ചില അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു. അത്തരം ഒരു രീതി തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ടാവുക. കാരണം ഈ കേസിൽ താൻ മാത്രമല്ല, തന്റെ ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയിലടക്കം പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജികളിൽ പറയുന്നത്. അതുതന്നെ ഇത്തരത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ ഒരു കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള ജാമ്യ ഹർജി എന്ന കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ നൽകുന്നുണ്ട്. ശരി, എന്തായാലും ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായ ദിനങ്ങളാണ്. പ്രത്യേകിച്ച് SIT സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന്
സമർപ്പിക്കുകയാണ്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചിരിക്കുകയാണ്. ദീർഘനാളായി അവർ അസുഖബാധിതയായിരുന്നു, ചികിത്സയിലായിരുന്നു. 1991 മുതൽ 96 വരെയും അതിനുശേഷം 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ബീഗം ഖാലിദ സിയ. 1991 അധികാരത്തിലെത്തുമ്പോൾ തന്നെ രാഷ്ട്ര ചരിത്രത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ സ്ത്രീയായിരുന്നു സിയ. ഒപ്പം തന്നെ 88-90 ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ സ്ത്രീ കൂടിയാണ് ഖാലിദ സിയ. തൻ്റെ ഭർത്താവായിരുന്നു പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ. അദ്ദേഹം ഈ 1970കളുടെ അവസാനം സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് BNP എന്ന കക്ഷിയുടെ നേതാവ് കൂടിയാണ് അവർ. എന്തായാലും ദീർഘനാളായി അസുഖബാധിതയെ ചികിത്സയിലായിരുന്നു. പല ബുദ്ധിമുട്ടുകളും, ശാരീരിക ബുദ്ധിമുട്ടുകളും അവർ നേരിടുകയായിരുന്നു. എന്തായാലും അല്പസമയം മുൻപാണ് ഇപ്പോൾ അവരുടെ മരണവാർത്ത, അല്ലെങ്കിൽ അന്തരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യമേറെ ആദരവോടെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പോലും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ്. പല ഘട്ടങ്ങളിലും ബീഗം ഖാലിദ സിയ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യം പ്രതിസന്ധിയിലാകുന്ന പല ഘട്ടങ്ങളിലും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലും അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ബീഗം ഖാലിദ സിയ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു പഴയ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 1982 പട്ടാള അട്ടിമറിയിലൂടെ സൈനിക ജനറൽ ഈ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 90 ഇർഷാദിൻ്റെ ഭരണകൂടം നിലം പതിക്കുന്നത് വരെ ഖാലിദ ഈ ജനാധിപത്യത്തിനായുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ബംഗ്ലാദേശിൽ ജനാധിപത്യ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ബീഗം ഖാലിദ നടത്തിയ ശ്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 96 കുറച്ചു കാലം മാത്രമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഭരണകൂടത്തിലും ബീഗം ഖാലിദ പ്രധാനമന്ത്രിയായിരിക്കുകയും ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അതൊക്കെ തന്നെ ബീഗം ഖാലിദ സിയ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. 1996 രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിന് ശേഷം അവാമി ലീഗ് അധികാരത്തിൽ വരികയാണ്. അതിനുശേഷം 2001 വീണ്ടും ഖാലിദ സിയയുടെ പാർട്ടി അധികാരത്തിലെത്തി. അങ്ങനെയാണ് അവർ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ 91-ലും 96-ലും അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബംഗ്ലാദേശിൽ 5 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഖാലിദ സിയ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് ബീഗം ഖാലിദ സിയ എന്നുള്ളത്. ഫോബ്സ് മാസിക ലോകത്തെ ഏറ്റവും കരുത്തരായ അല്ലെങ്കിൽ ശക്തരായ സ്ത്രീകളുടെ പട്ടികയെ പുറത്തുവിട്ടപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അവർക്കുണ്ടായിരുന്നു. 2004 ഫോബ്സിൻ്റെ മാഗസിൻ അവരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ 14-ാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം 2005 29-ാം സ്ഥാനത്തും 2006 33-ാം സ്ഥാനത്തുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി തന്നെ ഇത്രയും തവണ ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബീഗം ഖാലിദ സിയയുടെ ആ ഒരു കഴിവും ഒക്കെ. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശ് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി മുൻപുണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തി ബീഗം ഖാലിദ സിയ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസുഖബാധിതയായി കുറേ ദിവസങ്ങളായി അവർ ചികിത്സയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു വിയോഗ വാർത്ത പുറത്തു വരികയാണ്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഖാലിദ സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണൽ സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ 17 വർഷത്തെ വിദേശവാസത്തിന് ശേഷം രാജ്യത്തേക്ക് തിരിച്ചെത്തിയ വാർത്ത 2 ദിവസം മുൻപ് പുറത്തു വന്നതാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ട ശേഷം രാജ്യത്തുണ്ടായ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളുടെയും നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ താരിഖ് റഹ്മാൻ്റെ തിരിച്ചുവരവ് രാജ്യത്ത് ഏറെ നിർണായകവുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നു. 93-ാം ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ 7:30 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മ പതാക ഉയർത്തും. തുടർന്ന് 10 മണിക്ക് ആരംഭിക്കുന്ന തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ പരിപാടിയിൽ അധ്യക്ഷനാകും.
ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി എം ബി രാജേഷ്, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ എന്നിവർ പ്രസംഗിക്കും. ഇന്ന് തുടങ്ങുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ജനുവരി 1 വരെയാണ് തീർത്ഥാടനം. ഗുരുവിൻ്റെ അഷ്ടസന്ദേശങ്ങളിൽ അധിഷ്ഠിതമായി 14 സമ്മേളനങ്ങൾ നടക്കും. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു ശിവഗിരി തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളും മറ്റു കാര്യങ്ങളും? ഗുഡ് മോർണിംഗ് ലിജിൻ. വീണ്ടും ഒരു തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദ ധർമ്മ പതാക ഉയർത്തുന്നതോടുകൂടി 93ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിനാണ് തുടക്കമാകുന്നത്. പിന്നീട് ജനുവരി 1 വരെ ശിവഗിരിയുടെ മണ്ണ് ഭക്തിസാന്ദ്രമായിരിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടസന്ദേശങ്ങളെ ഊന്നിയുള്ള 14 സമ്മേളനങ്ങൾ ഈ ഒരു തീർത്ഥാടന കാലത്തിന്റെ ഭാഗമാകും. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആ ഒരു പരിപാടിയിൽ മന്ത്രി എം ബി രാജേഷ്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകും. അതിനുശേഷം അടുത്ത സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്യുക. നാളെ നടക്കുന്ന തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഈ ഒരു ധർമ്മ പതാക ഉയരുന്നതോടുകൂടി വീണ്ടും ഒരു തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. ലിജിൻ, ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ വേടന്റെ സംഗീത പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. രാത്രി 9:30 തുടങ്ങിയ പരിപാടിയിലേക്ക് ആളുകൾ ഇരച്ചു കയറിയതോടെ നിരവധി പേർ അസ്വസ്ഥരായി കുഴഞ്ഞു വീഴുകയായിരുന്നു. പരിപാടിക്കെത്തിയ ആളുകൾ മടങ്ങിപ്പോകവേ ഒരാൾ തീവണ്ടി തട്ടി മരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, ഈ എന്തുകൊണ്ടാണ് ഇത്രയും തിക്കും തിരക്കും ഉണ്ടായത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൃത്യസമയത്ത് തുടങ്ങാൻ വൈകിയതാണോ പ്രശ്നം? കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടയിൽ രാത്രി 9:30 പരിപാടി തുടങ്ങിയ സമയത്തായിരുന്നു ഈ ഒരു തിക്കും തിരക്കും വലിയ രീതിയിൽ അനുഭവപ്പെട്ടത്. 8 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. രാത്രി 8 മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് 1.5 മണിക്കൂറോളം വൈകി വേടൻ എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ബേക്കൽ ബീച്ചിൽ എത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ സംഗീത പരിപാടി ആസ്വദിക്കുന്നതിനായി. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഗേറ്റുകളിലൂടെയാണ് സംഘാടകർ ആളുകളെ കടത്തിവിട്ടതെങ്കിലും പിന്നീടുള്ള സമയത്ത് പരിപാടി നിശ്ചയിച്ചതിൽ നിന്നും 1.5 മണിക്കൂറോളം വൈകി തുടങ്ങുമ്പോഴേക്കും ആയിരങ്ങൾ വീണ്ടും അപ്രതീക്ഷിതമായി, അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ കടന്നു വന്നതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കിയത്. ആളുകൾ തിങ്ങി നിറഞ്ഞ സമയത്ത് 15ഓളം പേര് അസ്വസ്ഥരായി ആളുകൾ തടിച്ചുകൂടിയത് കാരണം പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും സംഘാടകരുടെ ഭാഗത്ത് വലിയൊരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലും വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം റാപ്പർ വേടനെ പോലെയുള്ള ഒരു കലാകാരന്റെ പരിപാടിക്ക് ആയിരങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ച പല വേദികളിലായി കണ്ടതാണ്. ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് സുരക്ഷ ഒരുക്കുന്നതിനും ആളുകളെ നിയന്ത്രിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഗേറ്റുകളിലൂടെയാണ് ആളുകളെ നേരത്തെ ആദ്യം കടത്തിവിട്ടത്. എന്നാൽ പിന്നീട് വൻ രീതിയിൽ ജനങ്ങൾ വന്നപ്പോൾ അത് നിയന്ത്രിക്കുവാനോ ആളുകളെ ബേക്കൽ ബീച്ചിലേക്ക് പരിപാടി നടക്കുന്നിടത്തേക്ക് കടത്തിവിടുന്നതിന് നിയന്ത്രണം ഒരുക്കുന്നതിനൊക്കെ പാളിച്ചകൾ വന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിനിടെ പരിപാടി നിർത്തിവെച്ചതിനെ തുടർന്ന് ആളുകൾ കൂട്ടമായി നടന്നു പോകുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്നു പോവുകയെ 19-കാരനായ യുവാവ് പൈനാറ്റിയിലെ ശിവനന്ദ് തീവണ്ടി തട്ടി മരിക്കുന്ന ദാരുണമായ ഒരു സംഭവം ഇതിനിടയിൽ ഉണ്ടായി. പോലീസിന്റെ അറിയിപ്പ് പ്രകാരം 6ഓളം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാവുകയും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെല്ലാം തന്നെ പ്രാഥമിക ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. ലിജിൻ, എന്തായാലും കാസർഗോഡ് വേടന്റെ പരിപാടിക്കിടയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. സംഘാടനത്തിലെ പിഴവ് എന്നുള്ള കാര്യം ഉയരുന്നുണ്ട്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷിപ്പനിക്ക് പിന്നാലെ കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതോടെ ആലപ്പുഴയിൽ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ. ഇന്ന് ഹോട്ടലുകൾ അടച്ചിടും. നിരോധനം തുടരണോ എന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഈ നേരത്തെ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ കർഷകരടക്കമുള്ളവർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ പക്ഷിപ്പനി വന്നതോടുകൂടി അതൊരു കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഇതാ ഈ കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതോടെ ഹോട്ടൽ ഉടമകളും പ്രതിഷേധ രംഗത്തേക്ക് കടക്കുകയാണ്.
ഇതിൽ പ്രധാനമായും നെടുമുടി പ്രദേശത്ത് മാത്രമാണ്, നെടുമുടി പഞ്ചായത്തിൽ ഒരു വാർഡിൽ മാത്രമാണ് ഈ കോഴികൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 31-ാം തീയതി വരെ, അതായത് നാളെ വരെ ഇതിന് നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബാധിത മേഖലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ജില്ലാ ഭരണകൂടം കോഴിയിറച്ചി, മുട്ട തുടങ്ങിയവയുടെ വിൽപ്പന നിരോധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലുകളിൽ പരിശോധനയും ശക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ശീതീകരിച്ച കോഴിയിറച്ചിയെങ്കിലും വിൽക്കുവാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം കളക്ടറുമായി ഒരു കൂടിക്കാഴ്ച ഈ ഹോട്ടൽ ഉടമകൾ നടത്തുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ച അനുകൂല നിലപാട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എത്തുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഇതിന്റെ നിരോധനം അവസാനിക്കും. പക്ഷേ നിരോധനം അവസാനിക്കുമ്പോൾ പോലും കൂടുതൽ പരിശോധന നടത്തിയ ശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിരോധനം നീട്ടണോ എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കുക. ആ തീരുമാനം ഈ ഹോട്ടൽ ഉടമകൾക്ക് അനുകൂലമല്ലെങ്കിൽ സമരവുമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ 1500ഓളം ഹോട്ടലുകളാണ് അടച്ചിട്ടുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത്. അതിൽ നോൺ വെജ്, വെജിറ്റേറിയൻ വ്യത്യാസമില്ലാതെ എല്ലാ ഹോട്ടലുകളും അടച്ചിടുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. നാളെ ഈ നിരോധനം വീണ്ടും തുടരുകയാണെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ ഈ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ അവർ എടുത്തിട്ടുള്ളത്. എന്തായാലും ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ശീതീകരിച്ച ചിക്കനെങ്കിലും വിപണനം നടത്തുവാനുള്ള അനുമതി അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ അനുമതിക്ക് ഒരു അപ്രൂവൽ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ലിജിൻ സൂചിപ്പിച്ചത് തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജില്ലയിലെ നഗരത്തിലെ പ്രധാന ഹോട്ടലായ കുബാബി ഉൾപ്പെടെയുള്ള ഹോട്ടലിൽ ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം എത്തി അവരെ തടയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഉൾപ്പെടെ ഇറക്കി വിടുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്കൊരു സമരവുമായി ഇവർ പ്രതിഷേധ സമരവും മുന്നോട്ട് പോകുന്നത്. വലിയ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവരുടെ ആക്ഷേപം. മറ്റൊരു കാര്യം, വൻകിട ബ്രാൻഡഡ് സ്ഥാപനങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ ഉൾപ്പെടെയുള്ള വിൽപ്പന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപവും ഈ ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ജില്ലയിൽ 1500ഓളം ഹോട്ടലുകളാണ് അടച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുന്നത്. നാളെ ഈ നിരോധനം വീണ്ടും തുടരുകയാണെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ ഈ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. എന്തായാലും ഈ പക്ഷിപ്പനിയെ തുടർന്നാണ് ഈ കോഴി വിഭവങ്ങൾ നിരോധിച്ചത്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് ഹോട്ടൽ ഉടമകൾക്ക് അത് വലിയ തിരിച്ചടിയായിട്ട് മാറുകയാണ്. അവർ പ്രതിഷേധത്തിലാണ്. ഇന്നും ഒരു പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ നാളെയും ഈ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അജയ്നാഥാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ പുകമഞ്ഞും വായുമലിനീകരണവും രൂക്ഷം. പലയിടത്തും 400-നടുത്താണ് വായുമലിനീകരണ തോത്. പുകമഞ്ഞ് ഇതേ രീതിയിൽ ജനുവരി 1 വരെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ നല്ല തണുപ്പുണ്ട്, മാത്രവുമല്ല മലിനീകരണവും വളരെ കൂടുതലുമാണ്. ഈ വിമാന സർവീസുകൾ അടക്കം മുടങ്ങി റദ്ദാക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ എന്താണ് കാലാവസ്ഥാ വകുപ്പ് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതേ നിലയിൽ തന്നെ വായുമലിനീകരണവും അതുപോലെ തന്നെ ഈ പുകമഞ്ഞും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ച് നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം മലിനീകരണമില്ല, പക്ഷേ ഡൽഹിയിൽ വലിയ മലിനീകരണം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. 400-നടുത്താണ് പലയിടത്തും രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതേ സാഹചര്യം നിലനിൽക്കുകയാണ്. ഡൽഹിയിൽ 40 ഇടത്താണ് ഈ വായു ഗുണനിലവാര തോത് പരിശോധിക്കുന്നത്. അതിൽ 15-ലധികം സ്ഥലത്തും 400-നടുത്ത് തന്നെയാണ് വായു മലിനീകരണ തോത് നിലനിൽക്കുന്നത്. ചിലയിടങ്ങളിൽ 350 ഏതായാലും 200-ന് താഴത്ത് ഒരിടത്തുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 50 വലിയ കുഴപ്പമില്ലാത്ത വായു എന്ന തലത്തിൽ ശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയുള്ളത്. അത് പക്ഷേ 200 ആകുമ്പോൾ തന്നെ ഭീകരമായൊരവസ്ഥയാണ്. അതാണ് ഈ 400-ലേക്ക് എത്തി നിൽക്കുന്നത്. മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ 117-ഉം 120-ഉം ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഡൽഹിയിൽ ഈ 400 നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ഹരിയാനയിലും മറ്റും വൈക്കോലുകൾ മറ്റും കത്തിക്കുന്നതാണ് വായുമലിനീകരണം രൂക്ഷമാക്കിയതെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം മാത്രമല്ല, ഇപ്പോൾ നടപടികൾ എല്ലാം വളരെ കർശനമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും സ്ഥിതിഗതികൾ സാധാരണ നിലയ്ക്ക് എത്തുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വാഹനങ്ങൾക്കടക്കം ഇപ്പോഴും നിയന്ത്രണമുണ്ട്. ഗ്യാപ്പ് 3-ലുള്ള ചില നിർദ്ദേശങ്ങളാണ്. ആ നിലയിലുള്ള നിയന്ത്രണങ്ങളുമൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡീസൽ വാഹനങ്ങൾക്കടക്കം ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുകമഞ്ഞ് കുറെ കൂടി ഗുരുതരമാകുന്നു എന്നുള്ളതാണ്. 50 മീറ്ററാണ് ഇപ്പോൾ കാഴ്ച പരിധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്, ദൂരപരിധിയായി നിൽക്കുന്നത്. വിമാനത്താവളങ്ങളടക്കം തന്നെ കർശന നിർദ്ദേശവും നിയന്ത്രണവും ഒക്കെ തുടരുന്നുണ്ട്. വിമാനങ്ങളും ഒപ്പം തന്നെ ട്രെയിനുകളും ഒക്കെ തന്നെ വൈകിയേ പുറപ്പെടുകയുള്ളൂ.
യാത്രക്കാർ സഹകരിക്കണം എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ജനുവരി 1 വരെ ഇതേ സ്ഥിതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ ഈ പുകമഞ്ഞും അതുപോലെ തന്നെ വായു മലിനീകരണവും രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് തുടരുന്നത്. ലിജിൻ, ശരി, എന്തായാലും ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വായുമലിനീകരണവും അതോടൊപ്പം തന്നെ പുകമഞ്ഞും രൂക്ഷമായി തുടരുകയാണ്. എന്തായാലും ജനുവരി 1 വരെ ഇത് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പ്രശാന്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ യലഹങ്കയിൽ കുടിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ തിരക്കിട്ട ശ്രമം. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി 8.7 ലക്ഷം രൂപ നൽകും. SC/ST വിഭാഗത്തിന് സബ്സിഡിയായി 9.5 ലക്ഷം രൂപ നൽകാനും തീരുമാനമായി. ബാക്കി വരുന്ന തുകയ്ക്ക് വായ്പാ സൗകര്യം ഒരുക്കാനും ധാരണയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സബ്സിഡിയും ലഭ്യമാക്കും. നേരത്തെ BBMP സബ്സിഡി മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. 5 ലക്ഷം രൂപ നൽകും എന്നായിരുന്നു പ്രഖ്യാപനം. അർഹരായവരെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും ഇന്ന് ആരംഭിക്കുകയാണ്. ജനുവരി 1 മുതൽ ഫ്ളാറ്റുകൾ കൈമാറി തുടങ്ങുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച ഉന്നതതല യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായത്. വെനസ്വേലയിലെ ലഹരിമരുന്ന് കയറ്റുമതി കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി അമേരിക്ക. ബോട്ടുകളിൽ ലഹരിമരുന്ന് നിറയ്ക്കുന്ന കേന്ദ്രമാണ് ആക്രമിച്ച് തകർത്തതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ആക്രമണം. വെനസ്വേലയിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ ട്രംപ് CIAക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ലഹരിമരുന്ന് കടത്ത് തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നുണ്ട് എങ്കിലും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം. റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ നോവ്ഗോറോഡ് മേഖലയിലെ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ 91 ഡ്രോണുകൾ ഉപയോഗിച്ച് കീവ് രാത്രിയിൽ ആക്രമണം നടത്തിയെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് സമാധാന ചർച്ചകളിലെ നിലപാട് പുനഃപരിശോധിക്കുമെന്ന് റഷ്യ അറിയിച്ചു. ആക്രമണ സമയത്ത് പുടിൻ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമായിട്ടില്ല. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി രംഗത്ത് വന്നു. റഷ്യയുടെ സ്ഥിരം നുണകൾ എന്നാണ് സെലൻസ്കി ആക്രമണ ആരോപണത്തെ വിശേഷിപ്പിച്ചത്. യുക്രൈനെതിരായ ആക്രമണം തുടരാൻ ക്രെംലിന്റെ ഒരു കാരണം ആണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. മോസ്കോ സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും സെലൻസ്കി ആരോപിക്കുകയാണ്. പുടിന്റെ വസതിക്ക് നേരെ വിക്ഷേപിച്ച 91 ഡ്രോണുകളും റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ് നശിപ്പിച്ചതായി ലാവ്റോവും വ്യക്തമാക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ലോറിഡയിലെ ട്രംപിന്റെ മാറെ-ലാഗോ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് നിർണായക കൂടിക്കാഴ്ച നടന്നത്. നെതന്യാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുമായിരുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. നെതന്യാഹു അസാധാരണമായ ജോലിയാണ് നിർവഹിക്കുന്നത് എന്നും ഇസ്രായേലിനെ അപകടകരമായ ഒരു ഘട്ടത്തിൽ നിന്നും നെതന്യാഹു രക്ഷിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഹമാസ് പൂർണ്ണമായും നിരായുധരാകണമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാലുമാറ്റത്തിൽ പ്രതികരിച്ച് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ഔസേപ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിനാൽ ഡിസംബർ 1 തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയെന്നും ജയിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും BJPയുമായി സഖ്യമുള്ളതിനാലാണ് കൂടെ നിൽക്കാത്തത് എന്നും ഔസേപ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് വീട്ടിലെത്തിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔസേപ്പ് കൂടെ നിൽക്കണമെന്നായിരുന്നു ചന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസിന്റെ 8 മെമ്പർമാർക്കൊപ്പം താനടങ്ങുന്ന 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയാലും LDFന്റെ 10-നൊപ്പം എത്തുക മാത്രമല്ലേയുള്ളൂ, അപ്പോൾ എങ്ങനെ ഭരണം ലഭിക്കുമെന്ന ചോദ്യത്തിന് ചന്ദ്രൻ നൽകിയ മറുപടിയാണ് UDF പിന്തുണ നൽകുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചതെന്നും ഔസേപ്പ് പറഞ്ഞു. 10-നൊപ്പം BJPയുടെ 4 സീറ്റുകൾ കൂടി ഉണ്ടല്ലോ എന്നായിരുന്നു TM ചന്ദ്രന്റെ മറുപടി.
വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന് നിൽക്കാത്തതെന്നും ഔസേപ്പ് വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. തന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നത്. ഇത് 2010 മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് മുതലാണ് തന്നെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നും KR ഔസേപ്പ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂറിന് പിന്നാലെ പാറളം പഞ്ചായത്തിലും കോൺഗ്രസ് BJPയെ സഹായിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത് വന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വനിതാ നേതാവ് മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും അതിനാലാണ് BJPക്ക് പാറളം പഞ്ചായത്തിൽ അധികാരം ലഭിച്ചതെന്നും CPM ആരോപിക്കുന്നു. അതേസമയം വോട്ട് അസാധുവാക്കിയ വനിതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതായി DCC അധ്യക്ഷൻ അറിയിച്ചു. കഴിഞ്ഞ 1 മാസമായി പാറളം പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുകയാണ്. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയാണ് ഇരു പാർട്ടികളുടെയും നയം. അതിന്റെ പ്രതിഫലനമായാണ് പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം ലഭിച്ചതെന്നും CPIM ആരോപിച്ചു. ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJPയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ്. എന്നാൽ പാറളത്ത് അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ സസ്പെൻഡ് ചെയ്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അവർക്ക് പിഴവ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ അത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്ദുവിനോട് വിശദീകരണം തേടിയിരുന്നു. ബിന്ദുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുത്തുവെന്നാണ് ജോസഫ് ടാജറ്റിന്റെ വിശദീകരണം. ഇവർക്ക് അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റത്തൂരിൽ രാജി ഉറപ്പാക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ പശ്ചാത്തലത്തിൽ ഒരവസരം കൂടി നൽകുകയാണ്. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയതെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇവര് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. മറ്റത്തൂരിലും പാറളത്തുമുണ്ടായ BJP കോൺഗ്രസ് ബാന്ധവം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്താം. മണ്ഡലപൂജകൾ കഴിഞ്ഞ് ഡിസംബർ 27 രാത്രി 10-ന് ഹരിവരാസനം പാടി അടച്ച നട ഇന്ന് തുറക്കുന്നതോടെ ശബരിമലയിൽ വീണ്ടും ശരണമന്ത്രങ്ങൾ നിറയും. വൈകിട്ട് 5-ന് മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരും. അതിനുശേഷം തീർത്ഥാടകർക്ക് 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താം. മാളികപ്പുറം ക്ഷേത്രനട മേൽശാന്തി MG മനു നമ്പൂതിരിയും തുറക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 12-ന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളും കടന്ന് ഘോഷയാത്ര ശബരിമലയിൽ മകരവിളക്കിന് മുന്നോടിയായി എത്തിച്ചേരുന്നതോടെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇക്കൊല്ലം മണ്ഡലകാലത്ത് ക്ഷേത്രം തുറന്നതു മുതൽ ഡിസംബർ 27-ന് നട അടയ്ക്കുന്നതുവരെ സന്നിധാനത്ത് 36,33,191 പേർ ദർശനം നടത്തി. ഓൺലൈൻ ബുക്കിംഗിലൂടെ 30,91,183 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 4,12,075 പേരും പുൽമേട് വഴി 12,09,933 പേരുമാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 തീർത്ഥാടകർ കൂടുതലായി എത്തി.
മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതിനാൽ മകരവിളക്ക് മഹോത്സവ കാലത്തും കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും. അമൃത ന്യൂസ്, സന്നിധാനം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ? എന്തൊക്കെ പ്രത്യേകതകളാണ് ഇന്നത്തെ വിപണിയിലുണ്ടാവുക? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ US വിപണികളിൽ നഷ്ടമായിരുന്നു, യൂറോപ്യൻ വിപണികളിലും. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നഷ്ടത്തിനാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി വിപണിയിൽ വിൽപ്പനയാണ്. മുൻനിര സൂചികയായ നിഫ്റ്റി 26,000 എന്ന നിലവാരത്തിൽ താഴെയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. സാങ്കേതികമായി ഇത് നേരിയ തോതിൽ വിൽപ്പന തുടർന്നേക്കുമെന്നുള്ള ഒരു സൂചന നൽകുന്നതുമാണ്. 25,800 എന്നുള്ള നിലവാരത്തിലാണ് ഏറ്റവും അടിസ്ഥാന നിലവാരമായിട്ടുള്ളത്. ആ ഒരു നിലവാരത്തിനടുത്തേക്ക് പലതവണ എത്തി അവിടെ നിന്ന് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിലും ആ ഒരു നിലവാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ, താഴേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഹ്രസ്വകാലത്തേക്കൊരു വിൽപ്പനയിലേക്ക് നീങ്ങിയേക്കാം. ആ ഒരു സാധ്യത തീരെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രത്യേക ഘടകങ്ങളൊന്നും തന്നെ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് India-US വ്യാപാര കരാറാണ്. അത് ഏതെങ്കിലും തരത്തിൽ സാധ്യമാവുമോ എന്നുള്ള ഒരു സൂചന ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസം മുഴുവൻ 5,800, 6,300 എന്ന നിലവാരത്തിന് ഇടയിലായിരുന്നു വ്യാപാരം നടന്നിരുന്നത്. ആ ഒരു നിലവാരത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ വ്യാപാരം തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നിപ്പോൾ ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളും വിപണിയിൽ പ്രകടമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന തുടർച്ചയായുള്ള ഒരു വിൽപ്പനയും വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇന്നലെയും ഏതാണ്ട് 2,000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായത്. ഇന്നും അവരുടെ നിലപാടുകൾ നിർണായകമായിരിക്കും. ഇതെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിവസത്തിൽ 2ാം പകുതിയായിരിക്കും ഏറെ നിർണായകമാവുക. ദുബായിൽ തൊഴിലാളികൾക്കായി വമ്പൻ പുതുവത്സര ആഘോഷമൊരുങ്ങുന്നു. കാറുകളും സ്വർണവും ഉൾപ്പെടെ 5 ലക്ഷം ദിർഹത്തിലധികം വിലമതിക്കുന്ന സമ്മാനങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. പ്രശസ്ത താരങ്ങൾ അണിനിരക്കുന്ന താരനിശയും ഉണ്ടാകും. പുതുവർഷത്തെ വരവേൽക്കാൻ ദുബായിലെ തൊഴിലാളികൾക്കായി മെഗാ ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ ഒരുങ്ങുന്നു. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, ദുബായ് പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായ 3ാം വർഷമാണ് തൊഴിലാളി സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള ഈ പുതുവത്സരാഘോഷം നടക്കുന്നത്. പ്രധാന വേദി അൽഖൂസ് ആയിരിക്കും. നേരിട്ടുള്ള പങ്കാളിത്തവും വിർച്വൽ പങ്കാളിത്തവും ഉൾക്കൊള്ളുന്ന ഹൈബ്രിഡ് ഫോർമാറ്റിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അൽഖൂസിനൊപ്പം ജബലലി, മുഹൈസന തുടങ്ങിയ തൊഴിലാളി താമസ കേന്ദ്രങ്ങളിലും ആഘോഷങ്ങൾ നടക്കും. ഡിസംബർ 31 വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ അർദ്ധരാത്രി വരെ തുടരും. ബ്ലൂ കണക്ട് ആപ്ലിക്കേഷൻ വഴി തൊഴിലാളികൾക്ക് ലൈവ് സ്ട്രീമിംഗിലൂടെയും ആഘോഷത്തിൽ പങ്കാളികളാകാൻ സൗകര്യമുണ്ട്. സൗജന്യ രജിസ്ട്രേഷനിലൂടെ എല്ലാ ഇവന്റുകളിലുമുള്ള സമ്മാന നറുക്കെടുപ്പുകളിലും പങ്കെടുക്കാം. കാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, മൊബൈൽ ഫോണുകൾ, യാത്രാ ടിക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആകർഷക സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. സിനിമാ സംഗീത ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളും ആഘോഷത്തിന് കൂടുതൽ തിളക്കം നൽകും. ബോളിവുഡ് നടിമാരായ സരീൻ ഖാൻ, പൂനം പാണ്ഡെ, അനേരി വാജാനി, ടാനിയ ദേശായി എന്നിവരും പ്രശസ്ത ഗായകരായ സ്നേഹ ഉപാധ്യായ, അങ്കുഷ് ഭരദ്വാജ് എന്നിവരും വേദിയിലെത്തും. അന്താരാഷ്ട്ര നൃത്ത സംഘങ്ങളുടെ ആവേശകരമായ പ്രകടനങ്ങളും വിവിധ രാജ്യങ്ങളുടെ നാടൻ കലകളുടെ അവതരണങ്ങളും പുതുവത്സര രാത്രിയെ ഉത്സവാന്തരീക്ഷത്തിലാക്കും. മനുഷ്യരാണ് വികസനത്തിന്റെ ഹൃദയം എന്ന ദുബായിയുടെ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ഈ ആഘോഷം പുതുവത്സരത്തെ സന്തോഷത്തോടെയും ഐക്യത്തോടെയും വരവേൽക്കുന്ന കൂട്ടായ അനുഭവമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. ലഹരിക്കെതിരെ ചുമർ ചിത്രമൊരുക്കി ആലപ്പുഴ നെടുമുടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. NSSന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് 50ഓളം വരുന്ന NSS പ്രവർത്തകർ ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി കളർകോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ ചുമരിൽ ചുമർ ചിത്രങ്ങൾ ഒരുക്കിയത്. കത്തിയേറിയുന്ന വേനൽ ചൂടിലും മനം കുളിർപ്പിക്കുന്ന നാളെയുടെ പ്രതീക്ഷാ നിർഭരമായ കാഴ്ചയാണിത്. ലഹരിക്കെതിരെയുള്ള യുവതലമുറയുടെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ മനോഹര കാഴ്ച. ചുട്ടുപൊള്ളുന്ന ചൂടിലും തളർന്നു പോകാത്ത നിശ്ചയദാർഢ്യത്തിന്റെ മറുപേരായിരുന്നു അവർ. ആലപ്പുഴ നെടുമുടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം വരുന്ന NSS വിദ്യാർത്ഥികൾ. NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് അവർ കളർകോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിലിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ചിത്രങ്ങളും കുറിപ്പുകളും വരച്ചിട്ടത്. ലഹരിയെ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയാൻ വർത്തമാനകാലത്തിന്റെ തെറ്റായ ദിശാരേഖകൾക്ക് മുന്നിൽ
ഓർമ്മപ്പെടുത്തലുകളുടെ പുത്തൻ മാർഗരേഖ വരച്ചിടുകയാണവർ. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഏറ്റവും പ്രധാനമായിട്ടും ബോധവൽക്കരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ലഹരി. അപ്പം ലഹരിക്കെതിരെ ഞങ്ങൾ ഈ ഒരു മതിൽ തിരഞ്ഞെടുക്കാൻ കാരണം പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഇത് വരയ്ക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. ഞങ്ങളുടെ എല്ലാ വോളണ്ടിയേഴ്സിൻ്റെയും ഏറ്റവും കഠിനാധ്വാനമാണ് ഇതിലുള്ളത്. ലഹരി എന്ന വിപത്ത് കവർന്നെടുക്കുന്ന ഭീതിതമായ നാളുകളെ ഓർമ്മപ്പെടുത്തുന്നവയായിരുന്നു ചുവരിൽ നിറഞ്ഞ ചിത്രങ്ങളെല്ലാം. ലഹരിമുക്ത പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ ഒറ്റ മനസ്സുമായി ഒരുമയോടെ അവർ ശ്രമം തുടരുകയാണ്. റോഡിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്ന കൂട്ടുകാർക്കായി ഒപ്പമുള്ളവർ തണലൊരുക്കി. ചിലർ കുട ചൂടി ഒപ്പം നിന്നപ്പോൾ മറ്റു ചിലർ സ്വയം കുടയായി മാറി. അങ്ങനെ കത്തുന്ന വെയിലിന് പോലും അവരുടെ ഉറച്ച നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നു. അവർക്കൊപ്പം നിർദ്ദേശവും സഹായവുമായി NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ ടീച്ചർ കൂടിയതോടെ കളർക്കോട് UP സ്കൂളിൻ്റെ ചുമർ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. ലഹരി എന്ന വിപത്തിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന വർത്തമാനകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അമൃത ന്യൂസ്, ആലപ്പുഴ. മലബാറിലെ നാട്ടിൻപുറങ്ങളിൽ കായിക പ്രേമികളെ ആവേശത്തിൽ ആറാടിക്കുന്ന വടംവലി മത്സരത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാനാകുന്നത്. തോട്ടുമുഖത്ത് നടന്ന അഖില കേരള വടംവലി മത്സരം കാണാനായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. നാട്ടുത്സവത്തിന്റെ കാഴ്ചകൾ കാണാം. മലപ്പുറം ജില്ലകളിലെ കായിക താരങ്ങൾ മുഖാമുഖം കൊമ്പുകോർക്കുന്ന കാഴ്ച. മലബാറിലെ നാട്ടിൻപുറങ്ങളിൽ വടംവലി മത്സരത്തിന്റെ ആവേശവും ആർപ്പ് വിളികളുമാണ് ഉയർന്നു കേൾക്കുന്നത്. KCYM തോട്ടുമുക്കം യൂണിറ്റും സൗഹൃദ കൂട്ടായ്മ തോട്ടുമുക്കവും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരമാണ് കാണികൾക്ക് ആവേശമായത്. ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ മത്സരം തുടങ്ങി അവസാനം വരെ കാണികളിൽ ആവേശം നിറച്ച വടംവലി കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരം കാണുന്നതിനായി ഗാലറി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. ബഷീർ കരുവാരക്കുണ്ടിന്റെ ലൈവ് അനൗൺസ്മെന്റ് പെർഫോമൻസ് കൂടെയായപ്പോൾ കാണികളിൽ ആവേശം ഇരട്ടിയായി. വിജയത്തിലൂടെ കാൽത്തടത്തി കടന്നു വന്ന മലപ്പുറത്തിന്റെ മഹാരഥന്മാരാണ് വാടയൂരിന്റെ വജ്രായുധങ്ങളായ VCF വാടയൂർ നിസാറിന്റെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 24 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഇംബക്സ് കൂട്ടായ്മ പള്ളിത്താഴം സ്പോൺസർ ചെയ്ത ജാസ് വണ്ടൂരും JRP അഡ്മാസ് മുക്കവും ഫൈനലിലെത്തി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇംബക്സ് കൂട്ടായ്മ സ്പോൺസർ ചെയ്ത ജാസ് വണ്ടൂരാണ് വിജയികളായത്. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ വടംവലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടുമുക്കം സെന്റ് തോമസ് ഫെറോന ചർച്ച് വികാരി ബെന്നി കാരക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. ലിൻഡോ ജോസഫ് MLA വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രമുഖ എഡ്ടെക് കമ്പനിയായ സൈലം ലേണിംഗിൽ നിന്നും നീറ്റ് JEE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൈലം അവാർഡ്സിന്റെ 4ാം എഡിഷനിൽ 2500-ലധികം വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടിയിൽ സൈലം CEO ഡോക്ടർ S ആനന്ദു, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനീഷ് കുമാർ, സിനിമാ താരങ്ങളായ ആസിഫ് അലി, ബേസിൽ ജോസഫ്, അനാർക്കലി മരക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. 10,000-ലധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരിപാടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്ടെക് കമ്പനികളിലൊന്നായ സൈലം 5 വർഷം പിന്നിടുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയത്. നിലവിൽ ഓൺലൈനായി 30 ലക്ഷത്തിലധികവും ഓഫ്ലൈനായി 35,000-ലധികവും വിദ്യാർത്ഥികൾ സൈലത്തിൽ പഠിക്കുന്നുണ്ട്. കോട്ടയം പാല മുരുക്കുംപുഴയിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ലോറിക്ക് തീപിടിച്ച് ഉപകരണങ്ങൾ കത്തിനശിച്ചു. രാത്രി 8:40 സംഭവം. വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്ന് തീപിടിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. പാലാ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തി തീയണച്ചു. ലോറിയിലേക്ക് തീ പടർന്നില്ല.
കൊച്ചി നഗരത്തിലെ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം ഉണ്ടായിരുന്നു. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള കടകളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഫാൻസി സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന നിരവധി കടകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളുമുള്ള കടകൾ ആയതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, നേരത്തെ ഈ തീ ഏകദേശം അണച്ചു എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ പുക ഉയരുന്നതായി മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? ലിജിൻ, ഇന്ന് പുലർച്ചെ 12:30 ഈ അപകടം ഉണ്ടാകുന്നത്. ബ്രോഡ്വേയിൽ ആണ് ഈ ഇവിടുത്തെ ഫാൻസി കടകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സമീപത്ത് നിന്നാണ് ഈ തീ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ തീ കടകളിലേക്ക് വ്യാപിക്കുകയും 12ഓളം കടകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു 2ഓളം കടകൾ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഈ വ്യാപാരികൾ പറഞ്ഞത്. ഈ കടകൾക്ക് പുറത്തും അകത്തുമായിട്ട് സാധനങ്ങൾ, ഇവരുടെ കച്ചവട ആവശ്യത്തിന് എത്തിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം തന്നെ കൂട്ടിയിട്ടിരുന്നു. ഈ സാധനങ്ങളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. ഈ 12:30 ഉണ്ടായ ഈ തീപിടുത്തം പിന്നീട് 8ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടാണ് തീ അണക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നത്. അത് പുലർച്ചെ വരെ നീണ്ടു എന്നുള്ളൊരു കാര്യമാണ്. മാത്രമാണ് പിന്നീട് ഈ തീ വീണ്ടും പുക ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഫയർഫോഴ്സ് എത്തി ഇവിടെ വീണ്ടും വെള്ളം ഒഴിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തീ ഇതിൻ്റെ തുടക്കം എന്ന് സംശയിക്കുന്നത് ഇതിന് സമീപത്തുള്ള ഈ കട സമീപമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നായിരുന്നു. ആ സ്ഥലത്ത് വീണ്ടും പുക ഉയർന്നതിനെ തുടർന്നാണ് അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും ഫയർഫോഴ്സ് എത്തുകയും തീ അണക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും. ഏതായാലും അതൊരു വലിയ തീപിടുത്തം എന്നുള്ള രീതിയിലല്ലായിരുന്നു രണ്ടാമത് ഉയർന്നത്. പുക ഉയർന്നത് മാത്രമാണ്. പിന്നീട് ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇളക്കി അതിനടിയിലേക്ക് കൂടി വെള്ളം എത്തിച്ചുകൊണ്ട് ഏതായാലും ആ തീ പുക ഉയർന്ന ആ ഒരു ആശങ്കയുടെ സാഹചര്യം ഏതായാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകൾ എത്തുന്ന ഒരു പ്രദേശത്താണ് ഇന്നലെ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആളപായങ്ങളൊന്നും എന്തായാലും ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. കിരണായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിൽ അവസാന മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ 4 മത്സരങ്ങളും വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യ 5ാം മത്സരത്തിനും വിജയിച്ച് പരമ്പര തൂത്തുവാരുക എന്നാണ് ലക്ഷ്യമിടുന്നത്. ആശ്വാസജയമാണ് ശ്രീലങ്കയുടെ പ്രതീക്ഷ. തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മ തകർപ്പൻ ഫോമിലാണ്. ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമരി അട്ടപ്പട്ടുവിന്റെ പോരാട്ടവീര്യം മാത്രമാണ് ലങ്കയ്ക്ക് ആശ്വസിക്കാനുള്ളത്. ഗുഡ് മോർണിംഗ് കേരള പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണാം.